ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതത്തിനിടെ ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടി എന്നതാണത്. കുഴിബോംബ് സ്ഫോടനത്തിൽ 12 സൈനികരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വകവരുത്തി. പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഗോളാൻ കച്ച് മേഖലകളിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന സംഘത്തെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ലക്ഷ്യം വെച്ചത്. മറ്റൊരാക്രമണത്തിൽ 2 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂച്ച് വിഘടനവാദികൾ പാക് സൈന്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. നേരത്തെ നമ്മൾ ലാഹോറിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിയതാണ്. പാകിസ്ഥാനിൽ ഇത്തരം ആഭ്യന്തര പ്രതിസന്ധികൾ അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ട്. പാകിസ്ഥാന്റെ തന്നെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാനിലെ വിഭാഗം അവർ പാക് സൈന്യത്തിനും പാക് ഭരണകൂടത്തിനും എതിരാണ്. അവർ മറ്റൊരു പ്രദേശമായി തുടരാൻ ആഗ്രഹിക്കുന്നവർ ആണ്. ഇതിനിടയിലാണ് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ളത്. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തിയ തിരച്ചിലിന് ഇടയിൽ ആയിരുന്നു ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത് ഇത് പുതുമയുള്ള ഒന്നല്ല ഇത്തരം ദൃശ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അത് വലിയ തോതിൽ വാർത്തയാകാറില്ല ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. കാരണം ഇത് നിരന്തരമായി അവിടെ സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുമായി സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ദൃശ്യങ്ങൾക്ക്, ഇത്തരം വാർത്തകൾക്ക് കൂടുതൽ പ്രയോറിറ്റി വരുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആവർത്തനം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് സൈനിക മേധാവി, പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ ഈ ബലൂചിസ്ഥാന് സഹായം ചെയ്തു നൽകുന്നത് ഇന്ത്യയാണ്. പാകിസ്ഥാനെതിരെ പോരാടുന്നതിന് ബലൂചികളെ തയ്യാറാക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ സഹായത്തോടെയാണ് ബലൂചിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും ആക്ഷേപവും ഒക്കെ ഉന്നയിക്കാറുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ പാക് സൈന്യത്തിന് നേരെ ബലൂചിസ്ഥാൻ നടത്തുന്ന ആക്രമണം, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്.